രാഷ്ട്രീയ നേതാക്കൾ, അത് വലതുപക്ഷ ചിന്താധിക്കാരായാലും ഇടതുപക്ഷ ചിന്താധിക്കാരായാലും, ഇടതുപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരായാലും വലതുപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരായാലും, അവർ ഘോരഘോര വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുകയും രഹസ്യമായി വർഗീയതയുമായി കൈകോർക്കുന്ന ഒരു നിലപാടാണ് കാലാകാലങ്ങളായി കേരളത്തിലെ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും തുടരുന്നത്. നിരവധി പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം കൊടുക്കുകയും അവരെ ആ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ലാതാവുകയും ചിലത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു നാടാണ്, ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിലെത്തി കേരളം ഭരിച്ച പാർട്ടികൾ പോലും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ അന്നും ഇന്നും ഒരേ ഒരു കാര്യം നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്നു പറയുന്നത് വർഗീയതയാണ്. ജാതി മത സംഘടനകളുടെ നീരാളിപ്പിടുത്തത്തിൽ കേരള രാഷ്ട്രീയം ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും തെറ്റില്ല. ഇവിടെ ഏത് പ്രശ്നമുണ്ടായാലും അത് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ആ പ്രദേശത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗം മുതൽ നിയമസഭ അംഗം മുതൽ ലോകസഭ അംഗം വരെയുള്ള ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായാൽ അത് മത നേതാക്കൾ അവരാണ് ആ ജനങ്ങളുമായി ഒരു ഒത്തുറപ്പിന് സംസാരിക്കുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിന്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു സംഭവമാണ്. അതിനെതിരെ ഒരു രാഷ്ട്രീയ നേതാവും ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും അവരോടൊപ്പം സഹകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തു, മുൻഗണന കൊടുത്ത് അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് രാഷ്ട്രീയ നേതാക്കളും ആ ഒഴുക്കിനൊപ്പം നടക്കുന്നതാണ് കേരളം കണ്ടുവരുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പ് പ്രശ്നം. മുനമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് 610 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്, ഔദ്യോഗികമായ കണക്ക്. ഈ 610 കുടുംബങ്ങളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നതാണ് ഒരു വിഭാഗം ആളുകളുടെ ആഗ്രഹം. അതായത് അത് വഖഫ് ബോർഡിന്റെ വകയാണ്. ആ 610 കുടുംബങ്ങൾ താമസിക്കുന്ന വസ്തു വഖഫ് ബോർഡിന്റെ വകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആദ്യം നോട്ടീസ് നൽകിയത് വഖഫ് ബോർഡാണ്. അപ്പൊ ഇങ്ങനെ ചില സംഘടനകൾക്ക് ഇത്തരം ജനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നതിനും അവരെ ഒഴിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടാനും ഒക്കെയുള്ള അധികാരം ഉണ്ടെന്ന് ജനം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് തിരിച്ചറിയുന്നത്. അവിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുകുത്തികളായി മാറിയിരിക്കുന്നത്. ഇവിടെ 2 മത മേലധ്യക്ഷന്മാർ, 2 മതങ്ങളുടെ നേതാക്കന്മാർ ഒരു മത നേതാവിന്റെ വീട്ടിൽ വെച്ച് സംസാരിച്ച് മുനമ്പം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ഫോർമുല കണ്ടെത്തിയിരിക്കുന്നു. ആ ഫോർമുല സർക്കാരിന് കൊടുത്തിട്ട് സർക്കാരിന് അത് നടപ്പാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ എന്നാണ് മാധ്യമ വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഇവിടെ ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും
പുരോഗമന ചിന്താഗതിയുള്ള സോഷ്യലിസത്തിന്റെ പാത സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇവിടെ കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, ആ കോൺഗ്രസ് പാർട്ടിയുടെ കീഴിൽ അല്ലെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇവരെയെല്ലാം നോക്കുകുത്തികളാക്കിയിട്ടാണ് ഈ മതനേതാക്കൾ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അവരുമായി അതിന്റെ പ്രതിനിധികളുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണിയാകുമ്പോഴത്തേന് അതിലെ കരുത്തരായ CPM ഉണ്ട്, പല CPM ഉണ്ട്, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന CPI ഉണ്ട്, കേരള കോൺഗ്രസുകളുണ്ട്, അതുപോലുള്ള ചില ചെറിയ പാർട്ടികളുണ്ട്. അതിലെ എല്ലാം ഉള്ള നേതാക്കളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ളവരും നിർണായകമായ സാഹചര്യത്തിൽ, അനിവാര്യമായ സാഹചര്യത്തിൽ ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ കെൽപ്പുള്ളവരുമാണ്. മറുഭാഗത്ത് പ്രതിപക്ഷത്തെ എടുത്തു നോക്കിയാൽ അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അനിവാര്യമായ സാഹചര്യത്തിൽ അവർ ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അവരോടൊപ്പം നിൽക്കുന്ന പാർട്ടികൾ, അവരോടൊപ്പം കുറെ കേരള കോൺഗ്രസുകളുണ്ട്, പിന്നെ 2-3 ഇടതുപക്ഷ പാർട്ടികളുണ്ട്, ഒരു ഫോർവേഡ് ബ്ലോക്ക്. കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എവിടെയൊക്കെ ഉണ്ടായിരിക്കാം. RSP, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഒരു സമയത്ത് മധ്യ തിരുവിതാംകൂറിലെ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് എവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കൊരു MP ഉണ്ട് കൊല്ലത്ത്, പാർലമെന്റ് അംഗം പ്രേമേന്ദ്രൻ, അല്ലാതെ നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. സാക്ഷാൽ മാർക്സിന് ബുദ്ധി പറഞ്ഞു കൊടുത്തു എന്ന് ധരിക്കുന്ന CP ജോൺ, CMP ഉണ്ട്. ഇത്രയും രാഷ്ട്രീയ പാർട്ടികളെ 2 ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അവരെയെല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് 2 മത വിഭാഗങ്ങളുടെ മേലധ്യക്ഷന്മാർ മുനമ്പം പ്രശ്നത്തിൽ ഇടപെട്ട് അത് ഒത്തുതീർപ്പിന്റെ ഫോർമുലയെ കുറിച്ച് ചർച്ച ചെയ്തതും ആ ഫോർമുല സർക്കാരിന് കൈമാറുകയും അത് സർക്കാർ സ്വീകരിക്കുകയും അത് നടപ്പാക്കുന്ന ജോലി മാത്രമാണ് സർക്കാരിനുള്ളത്. കേരളം എങ്ങോട്ട് പോകുന്നു? ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വില എന്താണ്, അവരുടെ റോൾ എന്താണ് പഠിക്കേണ്ട വിഷയമാണ്. ദിനംപ്രതി വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്, ജാതി മത സംഘടനകൾക്ക് പ്രാധാന്യം ഉള്ള നാട്, പല കാര്യങ്ങളിലും മത നേതാക്കളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനത്തോടൊപ്പം, ആ ഒഴുക്കിനോടൊപ്പം നീന്തുകയാണ് സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത്. അവർ എന്തൊക്കെ വർഗീയതയ്ക്കെതിരെ സംസാരിച്ചാലും അവർക്ക് അധികാരമാണ് എപ്പോഴും മനസ്സിൽ. ആ അധികാരം വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴത്തേന് വോട്ട് ലഭിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നവർക്ക് ജയിക്കാൻ കഴിയും. അവിടെ നോക്കുമ്പോൾ അവിടെ വർഗീയതയോ അവിടെ ജാതിയോ മതവും ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഏത് മതക്കാരുടെ തോളിലും കൈയിട്ട്, ഏത് സമുദായ നേതാക്കളുടെ തോളിലും കൈയിട്ടുകൊണ്ട് വോട്ടിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നാടായി കേരളം അധപ്പതിച്ചിരിക്കുന്നു. ഇതിനൊരു മാറ്റം ഉടനെ വരുമെന്നൊന്നും ആരും കരുതുന്നില്ല. എങ്കിലും
രാഷ്ട്രീയ കാര്യങ്ങളിൽ മതം ഇടപെടുന്നത് തടയുന്നതിനുള്ള അല്ലെങ്കിൽ മതത്തെ ഇടപെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വളരെ കരുതലോടെയും ജാഗ്രതയോടും കൂടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് കാണേണ്ടത്. ഇനിയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ മുൻപായാലും ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് പ്രശ്നങ്ങളായാലും അത് സമുദായ നേതാക്കളുടെ കയ്യിലെത്തിക്കാതെ, മത നേതാക്കളുടെ കയ്യിലെത്തിക്കാതെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ അവിടെ ഭരണകക്ഷി പ്രതിപക്ഷം എന്നില്ലാതെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ രാജ്യം ഒരു അപകടത്തിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.